ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓ, സൗകര്യമായല്ലോ. വലിയ വീട്ടിലെ കൊള്ളാവുന്ന മുറിയിലെ താമസം. ഇവിടെ ഉണ്ടിറങ്ങി കഴിയാലോ രണ്ടിനും. ആ പൂർണിമയെ എന്തോ പറഞ്ഞ മയക്കി കള്ളക്കൂട്ടങ്ങൾ അകത്ത് കയറി പറ്റിച്ചില്ലേ? ഇവളുടെ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. സ്വന്തം കാര്യം കാണാൻ വലിയ മിടുക്കായിരുന്നു. അതിനുവേണ്ടി ആരെ കൊല്ലാനും അവക്കൊരു മടിയുമില്ലായിരുന്നു. നീ ഇവിടെ താമസിക്കുന്നത് ഇവളെ ഉപദ്രവിക്കാനാണെന്ന് എനിക്കറിയാം. അത് ഞാൻ സമ്മതിച്ചു തരുമെന്ന് കരുതണ്ട. നിന്റെ തള്ള കുടുംബത്തോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് പോലും ഞാൻ നിന്നെ ഇത്ര വളർത്തി വലുതാക്കിയതിന് നീ ഇങ്ങനെ തന്നെ നന്ദി കാണിക്കണോടി. ഈ വീട്ടില് കെട്ടിലമ്മയായിട്ട് വാഴാന്ന് നീ കരുതണ്ട ദുർഗെ. ഞാനതിന് സമ്മതിക്കുകയില്ല. നാണമില്ലാതെ അവളെന്റെ പുറകെ ഇവിടെ കയറി വന്നിരിക്കുന്നു. ഓ, നാഴികയ്ക്ക് 40 വെട്ടം അഷിത എന്റെ അനിയത്തിയ. അവൾക്കൊരു കാരണവശാലും ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് നീ പറയുമായിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ കള്ളമാണെന്ന് നീ തന്നെ തെളിയിച്ചില്ലേ? ഹോ, അതെ, എന്തൊക്കെ ഡ്രാമയായിരുന്നു. എടി, നീ ആരെ കല്യാണം കഴിക്കോ എവിടെ പോയി തൊലയോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഈ വീട്ടിൽ ഇവൾക്കൊരു ശല്യമായി നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. നിന്നോടും കൂടിയാ പറഞ്ഞത്. നടക്കില്ല. വാതിൽക്കൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടതല്ലേ? പൂർണിമ ചേച്ചിയാണ് ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഇവിടെ വന്ന് എന്നോടോ കിരണിനോടോ ആജ്ഞാപിച്ച അതനുസരിക്കാൻ മനസ്സില്ലെന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. എടി, വേണ്ട, ഇവിടെ നിന്ന് ഒച്ചയെടുക്കണ്ട. ഇതുവരെ നിങ്ങൾ പറയുന്ന എല്ലാം മിണ്ടാതെന്ന് കേൾക്കുന്ന എന്നെയും ദുർഗമേയും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി മുതല് അങ്ങനല്ല. കഥ മാറി, കളം മാറി. ഇനി ഞങ്ങളുടെ സമയമാണ്. ഇവിടെ കയറി ഭരിക്കാൻ വന്ന തൂക്കിയെടുത്ത് വെളിക്കളയും. മര്യാദയ്ക്ക് പോയാൽ നിങ്ങൾക്കോളൂ. വേണ്ട ഗിരിജ, ഇപ്പൊ ഇവിടെ കയറിയതിന്റെ അഹങ്കാരത്തിൽ ഇവര് സംസാരിക്കുന്നത്. എത്ര ദിവസം ഇവരിവിടെ കഴിയുന്നു നമുക്കൊന്ന് കാണണമല്ലോ. ദേ, ഇവരെ പറഞ്ഞു നിർത്താൻ നിനക്കൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടിനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും. ഇല്ല അഷിതേ, നീ എന്നല്ല ആര് വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നീ ഇതിനെ ശ്രമിച്ച ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വരുന്നത് നീയായിരിക്കും. അതെ, മര്യാദയ്ക്കാണെങ്കില് വഴക്കും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവാം. വെറുതെ ഞങ്ങളുടെ തലയിൽ കയറാൻ വന്ന ആരെയും വെറുതെ വിടുന്നു കരുതണ്ട. കല്യാണം കഴിഞ്ഞപ്പോ രണ്ടിനും വട്ട എന്നാ തോന്നേ. നിങ്ങള് വാ.